ഗൈസ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ പോയ സ്ഥലം നാഷണൽ റെയിൽ മ്യൂസിയമാണ്. ഞാൻ കുറേ ദിവസമായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന പ്ലേസാണ് നാഷണൽ റെയിൽ മ്യൂസിയം. ടിക്കറ്റ് ചാർജ് വരുന്നത് വീക്ക് ഡേയ്സിൽ 50 റുപ്പീസും വീക്കെൻഡ്സിൽ 100 റുപ്പീസുമാണ്. ഇത് ട്രെയിൻസും ട്രെയിൻ എൻജിൻസും ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഈ മ്യൂസിയം ഇഷ്ടപ്പെടും. ഞാൻ ഓട്ടോയിലാണ് വന്നേ, മെട്രോയിലും വരാട്ടോ. ഇത് സ്റ്റീം ലോക്കോമോട്ടീവ് MTR2. സ്റ്റീം ലോക്കോമോട്ടീവ് എന്ന് പറഞ്ഞാൽ പുക വരുന്ന ട്രെയിനാണ്. ഇപ്പോഴൊക്കെ ഇലക്ട്രിക്കൽ ട്രെയിൻ അല്ലേ. ഈ MTR2 കറാച്ചി പോർട്ടിന് വേണ്ടി 1910 നിർമ്മിച്ചതാണ്. ഇത് നീൽഗിരി കോച്ച്. ഇപ്പോഴത്തെ ട്രെയിൻസിലൊക്കെ നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള വിൻഡോസ് ഒക്കെ ഉണ്ട്. പക്ഷേ പണ്ടത്തെ കോച്ച് നോക്കിയേ. ഈ നീൽഗിരി കോച്ചിലാണ് ഫസ്റ്റായിട്ട് ക്യാൻവാസ്ഡ് കർട്ടൻസ് ഒക്കെ പ്രസൻറ്റ് ചെയ്തത്. ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള വിൻഡോസ് ഉള്ള കാരണം ഭയങ്കരമായിട്ട് സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ ട്രെയിൻസിൽ. ഇത് RMR കോച്ചാണ്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ലോക്കോമോട്ടീവ് ടോബാണിത്. അജ്മീറിലെ വർക്ക്ഷോപ്പിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തത് 1895. ഫസ്റ്റ് ഇത് ഡൽഹി തൊട്ട് ഇൻഡോർ വരെയാണ് പോയത്. പിന്നെ അഹമ്മദാബാദ് വരെ പോകുമായിരുന്നു. സൗത്തേൺ മറാഠ റെയിൽവേയുടെ പാർട്ടായിട്ടുള്ള ഒരു FM ലോക്കോമോട്ടീവാണ് ഇത്. സൗത്തേൺ മറാഠ റെയിൽവേ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ റെയിൽവേ കമ്പനി ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ ദർബാറിലുണ്ട്. ഈ ലോക്കോമോട്ടീവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മിക്സ്ഡ് ട്രാഫിക്കിന് വേണ്ടിയാണ്. മിക്സ്ഡ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സിനും ഗുഡ്സിനും ഉള്ളതാണ്. ഇതൊക്കെ ഈ ലോക്കോമോട്ടീവിൻ്റെ എൻജിനായിരുന്നു. ഗൈസ്, ഇവിടെ ഇഷ്ടം പോലെ എൻജിൻസ് ഉണ്ട്. ഒബ്വിയസ്ലി ഇത് റെയിൽ മ്യൂസിയം ആകുമ്പോൾ റെയിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ ഇത്രയും എൻജിൻസ് ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇഷ്ടം പോലെ പണ്ടത്തെ കാലത്തെ കോച്ച് എൻജിൻസ് ഒക്കെ ഇഷ്ടം പോലെ. പണ്ടത്തെ കാലത്ത് ഇത്രയും എൻജിൻസ് ഉണ്ടെന്ന് ഇവിടെ വന്നിട്ട് അറിഞ്ഞ്. നല്ല വെയിലുമുണ്ട്, അപ്പോൾ ഒന്നും കൂടി ക്ഷീണിച്ചു. പിന്നെ അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസൊക്കെ ഇവർ കെട്ടിയിട്ടുണ്ട്. ഇത് WCP1 ലോക്കോമോട്ടീവ്സ് ആണ്. ഇതൊക്കെ ലേറ്റ് 1920s ബിൽഡ് ചെയ്തതാണ്. These were the first mainline electric locomotives in India. ഫസ്റ്റ് ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സ് ആണ് ഇത്. ഇംഗ്ലണ്ടിലാണ് ഉണ്ടാക്കിയത്. നോക്കിയേ, നമ്മളപ്പം 1920s വരെ കാത്തിരിക്കേണ്ടി വന്നു ഒരു ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സിന് വേണ്ടി. അതിന് മുന്നേ സ്റ്റീം ലോക്കോമോട്ടീവ്സും ഡീസൽ ലോക്കോമോട്ടീവ്സൊക്കെ അല്ലേ. ഇത് ബ്രേക്ക് ഡൗൺ ക്രെയിനാണ്. ട്രെയിൻസിനൊക്കെ എന്തെങ്കിലും പറ്റി ട്രാക്കിലായിപ്പോയാൽ എടുത്തിട്ട് വരാലോ. ആക്സിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടായാൽ സ്പീഡ്ലി ക്ലിയറൻസിനും റീസ്റ്റോറേഷൻ ഓഫ് ട്രാക്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രെയിനാണിത്. ഈ ക്രെയിനിൻ്റെ വെയിറ്റ് എന്താണെന്നറിയോ? 102.16 ടൺസ് ആൻഡ് ഹാസ് 65 ടൺസ് മാക്സിമം ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി. ഇത് ഫയർലെസ് ലോക്കോമോട്ടീവ്. ദ എൻജിൻ വാസ് കോൾഡ് ഫയർലെസ് ലോക്കോമോട്ടീവ് ആസ് ഇറ്റ് ഹാസ് നോ ബോയിലർ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് there was a pressure vessel mounted on the underframe. The steam was collected in the pressure vessel from a static boiler. ഇത് ഇവിടുത്തെ കഫറ്റേരിയ ആണ്. ഇവിടെ എല്ലാം കിട്ടും. നൂഡിൽസ്, പാവ് ഭാജി, പാനിപ്പൂരി, ഇഡ്ഡലി. ഈ സ്റ്റെപ്സ് വഴിയാണ് കയറി പോകണ്ടേ. നല്ലൊരു പ്ലേസ് ആണ്. നിങ്ങൾ ഡൽഹിക്ക് വരുമ്പോൾ മറക്കാതെ വിസിറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, സീ യു ടുമോറോ.